തഞ്ചാവൂർ ഇപ്പൊ ചൂടെങ്ങനെ? ഓ, ഇപ്പൊ ശീലായിപ്പോയി. വർഷം 5 ആയില്ലേ. ഇവിടെയും വേനൽ കഠിനം തന്നെ. ദാ കണ്ടില്ലേ? ശാരദ എഴുതിയത് ശരി തന്നെയാ. അച്ഛനിപ്പോ കാലത്ത് തൊട്ടേ ഉണ്ടല്ലേ? അതിപ്പോ അങ്ങനെ പതിവായിട്ടൊന്നുമില്ല. ഓരോ മനപ്രയാസങ്ങൾ വന്നു കേറുമ്പോ. ഉവ്വ് മനപ്രയാസത്തിന് കള്ളു വലിച്ചു കയറ്റിയാ മതിയല്ലോ. ആ പിന്നെ അച്ഛാ, കലാമണ്ഡലത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്മിക്കുട്ടി ഇല്ലേ, പട്ടാമ്പിക്കാരി. അവളുടെ അമ്മാവൻ രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ള ആളാത്രേ. മൂപ്പരുടെ പരിചയത്തില് കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറുടെ പോസ്റ്റ് ശരിയാക്കാനാവുന്ന അവളെ എഴുതിയിരുന്നു. നിക്കട്ടെ, ആകെയുള്ള 10 സെന്റ് പോലും പണയപ്പെടുത്തി നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത് ഒരു ഉദ്യോഗക്കാരി ആക്കാനായിരുന്നില്ലല്ലോ. എന്നാ പിന്നെ TTCക്ക് അയക്കായിരുന്നില്ലേ? ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലും കയറി കൂടിയാ അതോടെ കല തീർന്നു എന്ന് കരുതിയാ മതി. ഇനിയും പഠിക്കണമെന്ന് വെച്ചാൽ അതാ വേണ്ടത്. എന്നിട്ട് വലിയൊരു നർത്തകിയാവുക. അച്ഛന്റെ മാത്രമല്ല, മരിച്ചുപോയ നിന്റെ അമ്മയുടെയും സ്വപ്ന അത്. എന്താ ബാനു, അറിയോ ലീലെടുത്തിന്റെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്ന് കരുതി സ്വന്തം ബന്ധമൊക്കെ മറക്കുവോ? ഭാനു, ആളാകെ മാറിട്ടോ. നേരം കിട്ടിയാ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങോ? വരാലോ. എന്നാ പോവാം വാസുട്ടാ. ലീലെടുത്തിയുടെ നാക്കിന് ഒരു മാറ്റവും ഇല്ല. അസത്ത, അതെ വഷളൻ.